നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് മാസം 23 മുതൽ ഓഗസ്റ്റ് മാസം 29 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇപ്പോഴും 4-ാം ഭാവത്തിൽ ഉച്ചനായിട്ട് സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ചൊവ്വ 3-ലാണ്, 12-ൽ ശനി, 10-ൽ രാഹു, 5-ാം ഭാവത്തിൽ കേതു, ഇതൊക്കെ സഞ്ചരിക്കുന്നു. 10-ൽ രാഹു ആണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം 11-ലാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം രാഹു സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5-ാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുന്നു. എന്തായാലും ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങൾ ഇവർക്ക് പൊതുവേ നല്ലതാണ്. പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടത്തിന് നിദാനമായിരിക്കുന്ന അവരുടെ കർമ്മമേഖല കൂടുതൽ ശോഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും പണം ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളോടെല്ലാം തന്നെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയും വല്ലാത്തൊരു അഭിനിവേശം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരുടെ കർമ്മമേഖല കൂടുതൽ തിളക്കമുള്ളതായി മാറാൻ സാധ്യതയുണ്ട്. ഒരു ഇഷ്ടപ്പെട്ട മേഖലയിൽ തങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ അർപ്പിക്കുമ്പോഴാണ് അവർക്ക് ആ മേഖലയിൽ കൂടുതൽ തിളങ്ങാൻ സാധിക്കുന്നത്. അത് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം, ഈ മേടക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമാണ് ആ വിധത്തിൽ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇതെല്ലാം ഉണ്ടാകും. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ധനം മുടക്കുന്നതായിട്ടാണ് കാണുന്നത്, പണം മുടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ അവരുമൊത്തുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രമായും മറ്റ് ഉപകരണങ്ങൾ ഒക്കെ വാങ്ങിച്ചു കൊടുത്തുമൊക്കെ കുറേ പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ട മാതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടതോ മാതൃരക്തത്തിൽപ്പെട്ടതോ ആയ ബന്ധുക്കൾക്ക് വേണ്ടിയും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും പണം ചെലവഴിക്കാനുള്ള സാധ്യത കാണുന്നു. ചിലപ്പോൾ ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇവർ ദർശനം നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് മക്കളുടെ പഠനത്തിനോ അല്ലെങ്കിൽ ഇവരുടെ ആശ്രിതരുടെ പഠനത്തിനോ അവർ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ മാതാവിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഇവരുടെ സഹോദര സ്ഥാനത്തിൽപ്പെട്ടവരുടെയൊക്കെ വിദേശത്തുള്ള ജോലിയുടെ കാര്യത്തിനോ അവിടെയുള്ള മറ്റെന്തെങ്കിലും ചെലവിൻ്റെ കാര്യത്തിനോ ഒക്കെയുള്ള കാര്യങ്ങളിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇടപെടും എന്ന് കാണുന്നു. അങ്ങനെ കുറച്ച് പണം ചെലവഴിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വരവിൽ കവിഞ്ഞോ അല്ലെങ്കിൽ വരവിനോളമോ ചെലവ് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നു. ഈ ആഴ്ചയിലെ സാധാരണഗതിയിലുള്ള ഇവരുടെ മേന്മയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, 27, 28, 29-ാം തീയതി രാത്രി 9:38 വരെയും താരതമ്യേന ഭേദമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിക്ക് ജോലി കിട്ടുവാനോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ജോലിയിൽ കുറച്ച് ഉയർച്ച വരുവാനോ സാധ്യതയുണ്ട്. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ തങ്ങളുടെ മുകളിലുള്ള ഓഫീസർമാരുമായോ അല്ലെങ്കിൽ തങ്ങളുടെ മേലധികാരികളുമായോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള വ്യക്തികളുമായോ ബന്ധപ്പെട്ട് ചില വാക്കുതർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാം. അതുവഴി ഇവർക്ക് കർമ്മമേഖലയിൽ അല്പമെങ്കിലും മങ്ങലേൽക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വെറും ആശങ്കയായി മാത്രം ഇത് അവശേഷിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതിനെ അതിൻ്റേതായ വിധത്തിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊക്കെ എടുത്തുകൊണ്ട് മേലധികാരികൾ തള്ളിക്കളയാനും സാധ്യതയുണ്ട്. എന്നാൽ ഇടവക്കൂറിൽപ്പെട്ടവർക്ക് വെറുതെ ആശങ്കപ്പെടാനുള്ളൊരു സാധ്യത ഈ ആഴ്ച കാണുന്നു. വിദേശ ഭാഷയിൽ പ്രാവീണ്യമുള്ള വ്യക്തികളാണ് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അവർക്ക് ഈ ആഴ്ച കർമ്മരംഗത്ത് വളരെയധികം ഗുണമുണ്ടാകുമെന്ന് കാണുന്നു. അതല്ലെങ്കിൽ IT പോലുള്ള ഏതെങ്കിലും ആധുനിക സാങ്കേതിക രംഗത്ത് മികവോടുകൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും അവർക്ക് ജോലി സംബന്ധമായോ ധനപരമായ വരവ് സംബന്ധമായോ ഒക്കെ ഉയർച്ച കാണുന്നുണ്ട്. പുതിയ ചില സൗഹൃദങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് ഇവർക്ക് അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ, പ്രവർത്തനപരമായ കാര്യങ്ങളിൽ ഗുണമുണ്ടാവുകയും ചെയ്യുന്നതായി കാണുന്നു. ചില ബന്ധങ്ങൾ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ചും സ്ത്രീ നക്ഷത്രക്കാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും അന്യ മതത്തിലോ ജാതിയിലോ പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് വിവാഹമോ അല്ലെങ്കിൽ പ്രണയമോ ഉണ്ടാകാനുള്ള സാധ്യതയും അവർ വഴി മറ്റു ദേശങ്ങളിലേക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചില ഗുണങ്ങൾ ഉണ്ടാവാനുമൊക്കെയുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. സഹോദരസ്ഥാനത്തുള്ളവർ ഇവരെ വളരെയധികം സഹായിക്കുമെന്നും സഹോദരസ്ഥാനത്തുള്ളവർക്ക് വളരെയധികം സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമെന്നും ഉയർന്ന ചില നിലകൾ കൈവരിക്കാൻ
സാധിക്കും അവരുടെ ഔദ്യോഗിക രംഗത്ത് എന്നും കാണുന്നുണ്ട്. മാതാവിന് ചെറിയ ശാരീരികമായ അവശതയുണ്ടാകാനുള്ള സാധ്യത, BP സംബന്ധമായ അസുഖം നേരത്തെ ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ മുഖരോഗങ്ങൾക്ക് ഇപ്പോഴും സാധ്യതയുണ്ട്. മുഖത്ത് ചൂട്, ഇലക്ട്രിസിറ്റി, അഗ്നി വഴി എന്തെങ്കിലുമൊക്കെ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ മൂർച്ചയുള്ള വസ്തുക്കളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭാരമുള്ള വസ്തുക്കളോ, ലോഹം, ഇരുമ്പ് പോലെയുള്ള ലോഹം പോലെയുള്ള വസ്തുക്കൾ കൊണ്ടോ ചിലപ്പോൾ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് കാണുന്നു. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇവർ അങ്ങേയറ്റത്തെ കരുതലെടുക്കണം, ഇല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലുമൊക്കെ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 27 ഉച്ചയ്ക്ക് 1:40 കഴിഞ്ഞ് 28, 29, 30-ാം തീയതി പുലർച്ചെ വരെയും 30-ാം തീയതി ഉദയം വരെയും ഇവർക്ക് താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. കർമ്മരംഗത്ത് ഇവർക്ക് ചില പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കാനും അത് മറ്റുള്ളവരുടെ പ്രത്യേകിച്ചും മേലധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനും സാധിക്കുന്നതായി കാണുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റം വരുന്നതായി കാണുന്നു. മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ ചില ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പുതിയ ചില മേഖലകളിലേക്ക് തങ്ങളുടെ പ്രവർത്തന രംഗം മാറ്റുവാനോ സാധിക്കുന്നതായും കാണുന്നുണ്ട്. ധനപരമായി നല്ല വരവ് കാണുന്നു. പ്രത്യേകിച്ചും ഭാഗ്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ധനപരമായി ഭാഗ്യം അനുകൂലമായി നിൽക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ ഭാഗ്യം ഇവർക്ക് വളരെ വലിയ തോതിൽ ധനത്തിൻ്റെ രൂപത്തിൽ, വരവിൻ്റെ രൂപത്തിൽ ഇവരെ അനുഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. ജലവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, ഇവർക്കൊക്കെ ധനപരമായി നല്ല വരവ് കാണുന്നു. യാത്രാവേളയിൽ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ഇവരുടെ മാതൃകുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ സഹോദരിമാരിൽ നിന്നോ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വലിയ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. അതുപോലെ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിവാഹ സംബന്ധമായോ സൗഹാർദ്ദ സംബന്ധമായോ പ്രണയ സംബന്ധമായോ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നതായും കാണുന്നു. കുടുംബത്തിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ദാമ്പത്യ പ്രശ്നങ്ങളോ നിലവിൽ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകുന്നതായി കാണുന്നുണ്ട്. അനുകൂലമായ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. സഹോദര സ്ഥാനത്തുള്ളവർക്ക് ത്വക്ക് സംബന്ധമായ അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശങ്കകൾ കൊണ്ട് മനസ്സിന് വല്ലാത്തൊരു വിഭ്രമാത്മകമായ അവസ്ഥ ഉണ്ടാവുകയോ അത് BP പോലുള്ള അസുഖങ്ങൾ വർദ്ധിക്കാനിടയാവുകയോ ഒക്കെ ചെയ്യാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, അത് കഴിഞ്ഞാൽ പിന്നെ 29 രാത്രി 9:38 കഴിഞ്ഞും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ജോലിയിൽ ചില ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്ന ചില കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് ജോലിയിൽ കയറ്റം കിട്ടുന്നതിന് വേണ്ടിയുള്ള പരീക്ഷയോ അഭിമുഖങ്ങളോ അതല്ലെങ്കിൽ ജോലിയിൽ തങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആശയങ്ങളൊക്കെ മാറ്റിവെച്ച് പുതിയ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കൂ എന്ന് മുകളിൽ നിന്ന് മേലധികാരികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിധത്തിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള ചില ആശയ ആവിഷ്കാര സമ്പ്രദായങ്ങൾ ഇവർക്ക് നിലവിൽ വരുന്നതായി കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ടി മനസ്സ് തയ്യാറെടുക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഊർജ്ജസ്വലമായ ഒരാഴ്ചയാണ് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്നത്. എന്നാൽ ആഴ്ചയുടെ ആദ്യ പകുതിയാണ് ഇവർക്ക് കൂടുതൽ ഗുണകരമെന്ന് കാണുന്നു. ആദ്യ പകുതിയിൽ ഇവരുടെ മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതുപോലെ സാമ്പത്തികമായി ഇവർ ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ അത് നിറവേറ്റപ്പെടുന്നതായി കാണുന്നു. അതല്ല, ഇവർക്ക് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ പണം കിട്ടാനുണ്ടാവുക എന്ന് പറയുമ്പോൾ വായ്പയ്ക്ക് ഇവർ അപേക്ഷിക്കുകയും അത് അനുവദിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനം, അതുപോലെ ഉദര സംബന്ധമായി ചില രോഗങ്ങൾ ഉണ്ടായിരുന്നവർ, പ്രത്യേകിച്ചും കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക്
ഉദര സംബന്ധമായോ ഗർഭാശയ സംബന്ധമായോ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റം വരുന്നതായി കാണുന്നു, അനുകൂലമായ മാറ്റം വരുന്നതായി കാണുന്നു. മരുന്നുകൾ സേവിക്കുന്നത് കൃത്യമായി അവർക്ക് ഫലപ്രദമായി വരുന്നതായിട്ടാണ് കാണുന്നത്. ശത്രു സ്ഥാനത്തു നിന്നിരുന്ന വ്യക്തികൾ ഇവരോട് അനുകൂലമായി പെരുമാറുന്നതായി കാണുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന്. പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുവാൻ മേലധികാരികളിൽ നിന്ന് ഇവർക്ക് നിർദ്ദേശം കിട്ടിയ നിലയ്ക്ക് പുതിയ ആശയങ്ങൾ തങ്ങളുടെ കർമ്മരംഗത്ത് കൊണ്ടുവരുന്നത് ഇവർക്ക് പ്രയോജനപരമാണ്. സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ശ്രദ്ധ കൂടുതലായി അവരുടെ കർമ്മരംഗത്തേക്ക് വ്യാപരിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് ഇവർക്കിപ്പോൾ തയ്യാറായി വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ മംഗളകർമ്മങ്ങളിലോ പങ്കുകൊള്ളാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലുണ്ടായിരുന്ന ചില കാലതാമസങ്ങളും പ്രശ്നങ്ങൾക്കുമൊക്കെ അറുതി വരാൻ പോകുന്നതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആഴ്ചയുടെ രണ്ടാം പകുതി അല്പം ദോഷകരമായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും എന്തെല്ലാം ഗുണങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുവെങ്കിലും തങ്ങളുടെ മനസ്സിൻ്റെ ആശങ്കകൾ വർദ്ധിക്കുമെന്നും ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് തോന്നുകയും ഇല്ലാത്ത ഭയം മനഃപൂർവ്വം സൃഷ്ടിക്കുകയും ചെയ്ത് മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരവസ്ഥ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ പ്രത്യേകിച്ചും പിതാവിനത്ര നല്ലതല്ലെന്നും ചില പ്രവർത്തനങ്ങളും യാത്ര കൊണ്ട് ചെയ്യേണ്ട ചില കർമ്മങ്ങളുമൊക്കെ തടസ്സപ്പെടുകയും ചെയ്യുന്നതായി കാണുന്നു. അതുകൊണ്ട് മനസ്സിൻ്റെ ബലമാണ് കൂടുതലായി കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ആർജിക്കേണ്ടത് എന്ന് കാണുന്നു. ഒരുപക്ഷെ മനസ്സിൻ്റെ ഈ ആശങ്കകളും അങ്കലാപ്പും ആവാം ത്വക്ക് സംബന്ധമായ ചില രോഗങ്ങളായി, അലർജി അസുഖങ്ങളായി ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ അവരെ ബാധിക്കുന്നത് എന്നും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25, 26, 27 ഉച്ച 1:40 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസങ്ങൾ സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠന സംബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ വേണ്ടി ചിലപ്പോൾ ചില ചെറിയ വൈഷമ്യങ്ങളെ മറികടക്കേണ്ടതുണ്ട് എന്ന് കാണുന്നു. അതിൻ്റെ ഒരു മാനസിക വിഷമങ്ങൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകാം. അതുപോലെ സന്താനങ്ങളുടെ ആരോഗ്യത്തിനായിരിക്കാം കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത്. അപകട സാധ്യതകളോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വരിക വഴിയുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ഈ കാര്യങ്ങളെല്ലാം നേരെ മാറി മറിയുന്നതായും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ 2 ദിവസങ്ങൾ ഏൽപ്പിച്ച കയ്പ് മാറുന്ന തരത്തിൽ മധുരതരമായ അനുഗ്രഹങ്ങൾ ആഴ്ചയുടെ ആ 2 ദിവസങ്ങൾക്ക് ശേഷം കടന്നു വരുമെന്ന് വേണം ചിന്തിക്കാൻ. പ്രത്യേകിച്ചും ഉല്ലാസയാത്ര പോവുക കുടുംബമൊത്ത്, അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് മനസ്സിന് വിനോദം ലഭിക്കുന്ന ചില കർമ്മങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നു. കുറേ പണം അധികം ലഭിക്കുന്നതായി കാണുന്നുണ്ട്. തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും മറ്റുള്ളവർ ചോദിച്ച പണത്തിനോ മറ്റു സഹായത്തിനോ ഇവർക്ക് തിരികെ അത് കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നതായും അതുപോലെ തങ്ങൾ ഏറ്റിരുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നതായും കൂടുതൽ പണം വരുന്നതുകൊണ്ട് ഇവരുടെ തന്നെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും അതുപോലെ മറ്റുള്ളവർക്ക് ഇവർ ഏതെങ്കിലും തരത്തിൽ സഹായമായി നിലനിൽക്കുന്നതിനും സാധിക്കുന്നതായി കാണുന്നു. ശത്രുസ്ഥാനത്തു നിന്നിരുന്ന വ്യക്തികളുമായി മൈത്രീ ഭാവത്തിൽ പോകാൻ സാധിക്കുന്നതായി കാണുന്നു. മുടക്കം വന്നിരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായി കാണുന്നു. അതുപോലെ ശാരീരികമായ എന്തെങ്കിലും അവശതകൾ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിന് നേരിയ തോതിലെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായോ ഉദര സംബന്ധമായോ ഉണ്ടായിരുന്ന അസുഖങ്ങൾക്ക് മാറ്റം വരുന്നതായി കാണുന്നു. ആഴ്ചയുടെ രണ്ടാം പകുതിയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സൗഹാർദ്ദങ്ങളുമായി ബന്ധപ്പെട്ടോ പ്രണയങ്ങളുമായി ബന്ധപ്പെട്ടോ വളരെ സന്തോഷകരമായ ദിനങ്ങളാണ് ആഴ്ചയുടെ രണ്ടാം പകുതിയുടെ തുടക്ക ദിവസങ്ങൾ കാണുന്നത്. നിലവിൽ ദാമ്പത്യം തുടരുന്ന വ്യക്തികൾക്കാണെങ്കിൽ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതി വളരെ സന്തോഷത്തിൻ്റെ ദിനങ്ങളായി കാണുന്നു. പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നതിനോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിനോ ഒക്കെ ഇടയുള്ളതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് ചില പുരസ്കാരങ്ങൾ വരുന്നതായി കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലും മറ്റുമൊക്കെ പുരോഗതി ഉണ്ടാകുന്നതായും അവിടുത്തെ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിദേശത്ത് വസിക്കുന്നവർക്കാണെങ്കിൽ അവിടെ അവർക്ക് ഗുണാനുകൂല്യങ്ങൾ വർദ്ധിക്കുന്നതായും കാണുന്നു. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ
പ്രത്യേകിച്ച് അവസാന ദിവസം അപ്രതീക്ഷിതമായി ധനസഹായം അല്ലെങ്കിൽ ധനപരമായ വരവ് ഉണ്ടാകുമെങ്കിലും നട്ടെല്ല് സംബന്ധമായോ വസ്തിപ്രദേശം സംബന്ധമായോ, അതായത് മൂലാധാരം, നട്ടെല്ലിൻ്റെ കീഴ്ഭാഗം, ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും അവശതകൾ ഉണ്ടാകാനോ ചിലപ്പോൾ കിടപ്പിലാവാനോ സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, 27, 28, 29 തീയതി രാത്രി 9:38 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കർമ്മരംഗത്ത് ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു കയറ്റം അത് നിലവിൽ ഇപ്പോഴും തുടരുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇതുവരെ ഉണ്ടായിരുന്ന ഉഴപ്പ്, അല്ലെങ്കിൽ ഇതുവരെ പലരും വാഗ്ദാനങ്ങൾ ഇവർക്ക് കൊടുത്തിട്ട് അത് നിറവേറ്റപ്പെടാതെ ഇരുന്ന അവസ്ഥ, അതിനൊക്കെ മാറ്റം വരുന്നു. ചെയ്ത തൊഴിലിന് പ്രതിഫലം കൃത്യമായി ചോദിച്ചു വാങ്ങാൻ തക്കവണ്ണമുള്ള ധൈര്യവും അതിനുള്ള ശാരീരിക മാനസിക ശേഷിയും ഇവർക്കുണ്ടാകുന്നതായി കാണുന്നു. കൃത്യമായി പണം ഇവരിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതിന് വലിയ ഈശ്വരാധീനം കാണുന്നുണ്ട്. ചിലവ് വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ ശത്രുസ്ഥാനത്തുള്ള വ്യക്തികൾ മുമ്പെന്തെങ്കിലും കേസോ മറ്റോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വക്കീലിനോ നിയമത്തിൻ്റെ മറ്റു ചിലവുകൾക്കോ ഒക്കെ ഇവർക്ക് പണം മുടക്കേണ്ടി വരുമെന്ന് കാണുന്നു. എന്നാൽ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കോടതി സംബന്ധമായ ചില കാര്യങ്ങളിലോ പോലീസ് സ്റ്റേഷനുകളിലോ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കയറിയിറങ്ങേണ്ടി വരുമെന്നും കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതി ഇവർക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും ധനപരമായ വരവിനും കർമ്മത്തിൽ ഇവർക്കുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഇവർക്കുണ്ടാകുന്ന വിജയത്തിനും സാക്ഷിയാവുകയാണ് ആഴ്ചയുടെ രണ്ടാം പകുതിയിലെ ദിനങ്ങൾ എന്ന് കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ മുടക്കം വന്നിരുന്നതിന് മാറ്റം വരുന്നു. പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നു. മാനസികമായി ഒരു അകൽച്ച തങ്ങളുടെ കർമ്മമേഖലയിൽ മറ്റേതെങ്കിലും കാരണങ്ങളാൽ ഉണ്ടായിരുന്നത് മാറുന്നതായിട്ട് കാണുന്നു. കൂടുതൽ ആക്റ്റീവായി, കൂടുതൽ ഉണർവോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കരാറിന് സാധ്യതയുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും തടസ്സങ്ങൾ അതിനെ മാറ്റി വച്ചിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങൾ മാറുകയും മുന്നോട്ട് പുരോഗതിയുടെ പാതയിലൂടെ അത് സഞ്ചരിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. മംഗളകർമ്മങ്ങൾ പങ്കുകൊള്ളാനോ അല്ലെങ്കിൽ വിശേഷമായ ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകാനോ സാധിക്കുന്നു. വലിയ ഉപഹാരങ്ങളും വലിയ ആഘോഷങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കുന്നു. സകുടുംബം പോകാൻ സാധിക്കുന്നു. അതുപോലെ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഭാര്യാസംബന്ധമായോ, കന്നിക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് ഭാര്യാസംബന്ധമായോ, സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ ഭർത്തൃ സംബന്ധമായോ ഉണ്ടായിരുന്ന ചെറിയ ചില അകൽച്ചകൾ, സൗന്ദര്യപ്പിണക്കങ്ങൾ ഇതൊക്കെ മാറുന്നതായി കാണുന്നു. ഒരുമിച്ച് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോവുക, പരസ്പരം സമ്മാനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ ആ വിധത്തിൽ കുടുംബത്തിലേക്ക് വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങുക തുടങ്ങി മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ഒരുപാട് കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നതായി കാണുന്നുണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അപ്പോൾ മാതാവിന് ചെറിയ അവശത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ അപ്പർ അബ്ഡമിൻ ഭാഗങ്ങളിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള അസ്വസ്ഥതകൾ വന്നിട്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ ഇവരെ വല്ലാതെ അലോസരപ്പെടുത്താനുള്ള സാധ്യതയും കാണുന്നു. എന്നാലും പൊതുവെ ഗുണകരമാണ്. സാമ്പത്തികമായും പ്രവർത്തന സംബന്ധമായും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ആദ്യ പകുതിയിൽ തന്നെ സന്താനങ്ങൾക്ക് അത്ര നല്ലതല്ല എന്നും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ സാമാന്യം ഭേദപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 27 ഉച്ചയ്ക്ക് 1:40 കഴിഞ്ഞ് 28, 29, 30 തീയതി പുലർച്ചെ വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തു നിന്ന് വരുന്ന ധനസഹായത്തിന് ഈ ആഴ്ചയും വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ ഈ തുലാക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് തുലാക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ പുരുഷന്മാർ, ഭർത്താവ് വെളിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ ചില തടസ്സങ്ങൾ, അവരുടെ മേലധികാരികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അതൊന്നും നീണ്ടു നിൽക്കുന്ന ഒന്നല്ല എന്നും ഗൗരവത്തിലേക്ക് പോകുന്നില്ല എന്നും മനസ്സിലാക്കണം. തുടക്കത്തിലുണ്ടാകാവുന്ന ചില ചെറിയ വിഷമങ്ങൾ മാത്രമാണ്. അതൊക്കെ മാറിക്കിട്ടും എന്ന് തന്നെ ഈ ആഴ്ചയിൽ തന്നെ അതൊക്കെ മാറിക്കിട്ടുമെന്ന് കാണുന്നുണ്ട്. കർമ്മമേഖല കൂടുതൽ ഈശ്വരാധീനമുള്ള ഒന്നായി മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതിൽ നിന്നുള്ള വരവിനും വലിയ ദോഷം കാണുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി ഇവരെ അലട്ടിയിരുന്ന കടബാധ്യതയുടെയോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രാരാബ്ദങ്ങളുടെയോ ഒക്കെ ആശങ്കകൾ ഈ ആഴ്ചയിൽ ഇവർക്ക്
മാറുന്നു എന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വലിയ നല്ല അറിവുകൾ ഇവരിലേക്ക് വരുന്നുവെന്ന് കാണുന്നു. ഇവരുടെ ബന്ധുക്കൾ, സഹോദര സ്ഥാനത്തുള്ളവർ, ഏറ്റവും ഇവരെ ഇഷ്ടപ്പെടുന്ന അഭ്യുദയകാംക്ഷികളായ വ്യക്തികൾ, ഇതൊക്കെ ഇവരെ ശാരീരികമായും മാനസികമായും സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്ന്, പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളുന്ന തരത്തിലുള്ള സഹകരണ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും, രണ്ട്, സാമ്പത്തികമായ സഹായം ഇവർക്ക് കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്നതായി കാണുന്നു. ബന്ധുമിത്രാദികളുമായി ചേർന്നുള്ള സംരംഭങ്ങളിലും വിജയം കാണുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ ഇവരുടെ ഈ ജീവിത പങ്കാളിയുടെ വിദേശത്തുള്ള വാസത്തിന് എന്തെങ്കിലും ചെറിയ പ്രശ്നമോ അല്ലെങ്കിൽ വിദേശത്തുള്ള ജോലിക്ക് ചില തടസ്സമോ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നുണ്ട്. എന്നാൽ ഒടുക്കം അത് മാറുന്നുവെന്നും കാണുന്നു. മാതാവിൻ്റെ പിതാവിൻ്റെയും ഒക്കെ ശാരീരിക അവശതയ്ക്ക് ചെറിയ ദോഷങ്ങളുണ്ടാകാം. അതല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്ത് ഉള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള, ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ പ്രവർത്തന മേഖലയിലും ഇവരുടെ സുപ്പീരിയറായി അല്ലെങ്കിൽ ഇവരുടെ മേലധികാരികളായൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ചില ശാരീരിക അവശതകൾ ഉണ്ടാവുകയോ അങ്ങനെ അവരുടെ അസാന്നിധ്യം കർമ്മമേഖലയുടെ ഒരു നിയന്ത്രണത്തെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ബാധിക്കുകയോ ചെയ്തേക്കാം, പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷം. എന്നാൽ പൊതുവെ ഗുണകരമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാന ദിവസവും അതുപോലെ ആദ്യ ദിവസവും എന്ന് പ്രത്യേകമായി കാണണം. സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയങ്ങളും മനസ്സിൻ്റെ ധൈര്യവും പ്രവർത്തിക്കാനുള്ള ചുണയുമൊക്കെ തന്നെയാണ് പ്രകടമായി കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാവസ്ഥകൾ പ്രകടമായിട്ടില്ലെങ്കിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് ത്രോട്ട് സംബന്ധമായിട്ടുള്ള ചില ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 23, 24, അത് ശേഷം 29 രാത്രി 9:38 കഴിഞ്ഞ് 30 പുലർച്ചെ വരെയും ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളവും തുടക്ക ദിവസങ്ങളിൽ ചിലപ്പോൾ തങ്ങളുടെ തന്നെ വാക്കുകൾ കൊണ്ടുണ്ടാകാവുന്ന, വാക്കിൻ്റെ അരഗൻസ് കൊണ്ടുണ്ടാകാവുന്ന അപ്രിയത്വം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ വാക്കിൻ്റെ ഒരു ധാർഷ്ട്യം, അതൊക്കെ കൊണ്ടുണ്ടാകാവുന്ന ചില കലഹമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അതല്ലെങ്കിൽ അകൽച്ചയോ വഴക്കോ ഒക്കെ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ തൊട്ട അയൽപക്കക്കാരുമായും അതുപോലെ അടുത്ത ബന്ധുക്കളുമായും വീട്ടിൽ തന്നെ ഉള്ള വ്യക്തികളുമായുമൊക്കെ സംസാരിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കുന്നതും സൗമ്യത പാലിക്കുന്നതുമൊക്കെ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നല്ലതാണ്. മാത്രമല്ല ജോലി സ്ഥലത്തും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മേലധികാരികളുമായി തർക്കിക്കുകയോ സഹപ്രവർത്തകരുമായി കടുത്ത ഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുക വഴി കർമ്മരംഗത്ത് ചെറിയ തടസ്സങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഇത് അവിടെ ഒന്നും നിൽക്കാതെ വഴക്കോ വക്കാണമോ ഒക്കെ വളർന്ന് കേസിൻ്റെ രൂപത്തിൽ നിയമപാലകരുടെ ഇടയിലേക്കൊക്കെ ചെല്ലാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും സൗമ്യമായും അതുപോലെ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക വഴിയും തങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരുവപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ നല്ലതാണ്. എന്നാൽ ശേഷം വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാവണം ശേഷമുള്ള ദിവസങ്ങൾ മനസ്സ് കൂടുതൽ തങ്ങളുടെ കർമ്മത്തിൽ വ്യാപരിപ്പിക്കാനും സന്തോഷം ലഭിക്കാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ 2 ദിവസങ്ങൾ വലിയ ദോഷങ്ങളില്ലാതെ ഈശ്വരാധീനം കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് കാണുന്നത്. ഈശ്വരാധീനം പ്രകടമായി ഇപ്പോൾ ഈ പറയുന്ന വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ട് എന്ന് തന്നെ ചിന്തിക്കണം. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ശരീരവും മനസ്സും ഒരുപോലെ സ്വന്തം ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കൊണ്ട് വാക്കും ശരീരവും സൂക്ഷിക്കണം. ചിലപ്പോൾ മോശപ്പെട്ട വാക്കിനൊപ്പം കയ്യാങ്കളിയിലേക്കുമൊക്കെ പോകാനുള്ള സാധ്യതയും വഴക്കൊക്കെ ആവാനുള്ള സാധ്യത, കേസൊക്കെ ആവാനുള്ള സാധ്യത കാണുന്നത് കൊണ്ട് സൂക്ഷിക്കണം എന്ന് തന്നെയാണ് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയുന്നത്. അതുപോലെ ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഇലക്ട്രിസിറ്റിയോടോ തീയോടോ ഒക്കെ ഇടപഴകുമ്പോഴും ഒരു ശ്രദ്ധ വേണം. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ വേണം. സഹോദര സ്ഥാനത്തുള്ളവരുമായി ഇവർ കലഹിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിൽ അവിടെയും ചില കശപിശകൾ ഉണ്ടാകാനുള്ള സാധ്യതയോ ചിലപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ കാരണം ചില ഇടപാടുകൾ അല്പമെങ്കിലും നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യതയോ കാണുന്നു. ഇനി കച്ചവടം ഒന്നുമല്ല, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും വാക്കുകൾ മയപ്പെടുത്തി വേണം ഇടപെടാൻ എന്ന് കൃത്യമായി പറയുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം ആ പ്രവർത്തനങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോഴും ഞാൻ പറയുന്നു, എല്ലാത്തിനും മീതെ ഈശ്വരാധീനം, സർവേശ്വരൻ്റെ ദൃഷ്ടിയുടെ സ്വാധീനം കൊണ്ട് തന്നെ ഇവരിൽ കൂടുതലായി ഉണ്ട്. അതുകൊണ്ട് ദോഷവശങ്ങൾ അവസാന നിമിഷങ്ങളെങ്കിലും മാറി ഇവരെ സംരക്ഷിക്കുമെന്ന് വേണം ചിന്തിക്കാൻ. മാതാവിന്
അവരുടെ ഉത്തരവാദിത്വം ഇപ്പോഴും കടുപ്പത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ആശങ്കകളും പിരിമുറുക്കങ്ങളും അവർക്ക് ഇപ്പോഴുമുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്നും വാഹനത്തിൻ്റെ ആന്തരിക ഭാവങ്ങൾ വളരെ ശുചിത്വത്തോടു കൂടി സൂക്ഷിക്കണമെന്നും പറയുന്നു. അവിടുന്നൊക്കെ അണുബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് വാഹനത്തിൻ്റെ ആന്തരിക ഭാവങ്ങളിൽ, ആന്തരിക സ്ഥലങ്ങളിൽ നിന്ന് മാത്രമല്ല, എവിടെ തങ്ങുന്നുവോ അവിടെയെല്ലാം തന്നെ ആന്തരിക ഭാവങ്ങൾ, ആന്തരിക സ്ഥലങ്ങൾ അങ്ങേയറ്റം ശുചിത്വത്തോടു കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈറൽ അസുഖങ്ങളോ വിഷബാധ ഏൽക്കാനോ അലർജി അസുഖങ്ങളോ ഉണ്ടാവാനോ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 25, 26, 27 ഉച്ചയ്ക്ക് 1:40 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം 4-ാം ഭാവത്തിലുള്ള ശനിയുടെ സ്വാധീനം, ദുസ്വാധീനം, മോശപ്പെട്ട സ്വാധീനം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് കുടുംബത്തിലും ഇടപെടുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന കാർക്കശ്യങ്ങളും പരുക്കൻ അവസ്ഥകളുമൊക്കെ മാറി കുറച്ചുകൂടി സൗമ്യത വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഈശ്വരാധീനം വർദ്ധിച്ചിട്ടുണ്ട്. കർമ്മ മേഖലയിലേക്ക് 4-ാം ഭാവത്തിലുള്ള ശനിയുടെ ദൃഷ്ടി ഉള്ളതിനാൽ പ്രവർത്തന മേഖലകളിലുണ്ടായിരുന്ന തടസ്സവും ഇവർക്ക് അനുഭവപ്പെട്ടിരുന്ന വിമർശനങ്ങളും ആക്ഷേപങ്ങളും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ആശങ്കകൾക്കുമൊക്കെ വലിയ ഒരു പരിധിവരെ ശമനമുണ്ടായിട്ടുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. അപ്രതീക്ഷിതമായ ധനസഹായം ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഒന്നുകിൽ അവരുടെ ആചാര്യസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് എന്ന് പറയുമ്പോൾ അവരുടെ മേലധികാരികളിൽ നിന്നോ, അല്ലെങ്കിൽ അവരെ നയിക്കുന്ന, അവരുടെ മനസ്സ് അറിഞ്ഞ് അവരെ സഹായിക്കുന്ന ഗുരുതുല്യരായ വ്യക്തികളിൽ നിന്നോ, അല്ലെങ്കിൽ ഈശ്വരാധീനം കൊണ്ടുണ്ടാകാവുന്ന സഹായം കൊണ്ടോ വളരെ പെട്ടെന്ന് ധനപരമായ ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ ധനം പെട്ടെന്ന് കിട്ടുകയോ, ഭൂമി സംബന്ധമായ ഏർപ്പാടുകളിൽ നിന്ന് പണം ലഭിക്കുകയോ, വീടിൻ്റെ ഭാഗം വയ്ക്കൽ വഴി അപ്രതീക്ഷിതമായി ഇവർക്ക് പണം ലഭിക്കുകയോ, അതൊന്നുമല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗ്യം ഇവർക്ക് അനുകൂലമായി വരികയും ലോട്ടറി അടിക്കുകയും ഒക്കെ ചെയ്യാം. ഏതെങ്കിലും വിധത്തിൽ അപ്രതീക്ഷിത ധനസഹായം ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഈ ആഴ്ചയിൽ നിന്ന് മാത്രമല്ല, കുറച്ച് മാസങ്ങൾ ഇവർക്കത് അനുഗ്രഹമായി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ബാക്കി ഭാഗ്യഭാവങ്ങൾ കുറച്ചുകൂടി തിളക്കമുള്ളതായി മാറുമ്പോൾ സ്വാഭാവികമായും ധനം വന്നുചേരും എന്ന് തന്നെ വിശ്വസിക്കണം. ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മോശാവസ്ഥകൾ അവരെ പിന്തുടർന്നിരുന്നതുകൊണ്ട് ആ മോശാവസ്ഥകൾക്കൊരു മാറ്റം വരുന്നതും അപ്രതീക്ഷിത ഭാഗ്യമായി കരുതണം. അങ്ങനെയൊക്കെ ചില അവസ്ഥകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ധനമാണ് കൂടുതലായി വരാൻ കാണുന്നത്. അതുപോലെ ഊർജ്ജസ്വലത ഇപ്പോഴും ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. തങ്ങളുടെ കർമ്മമേഖലയിൽ ഏറ്റവും സജീവമായി നിലനിൽക്കാൻ തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഏതു വൈതരണികളെയും ഏതു തടസ്സത്തെയും അപ്പോൾ കരയുമെങ്കിലും പ്രതിഷേധിക്കുമെങ്കിലും പിന്നീട് ഉണർന്ന് അതിനെതിരെ നിൽക്കാൻ തന്നെ തീരുമാനിക്കുന്ന അസാധ്യമായ ഒരു ഈശ്വരാധീനത്തിൻ്റെ തോന്നലുകൾ ഇവരുടെ മനസ്സിലുള്ളത് വളരെ ശക്തമായി തുടർന്ന് തന്നെ പോകുമെന്ന് കരുതണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അവശതകൾ, ഒന്ന്, ഇവർക്ക് പ്രത്യേകിച്ച് ഇവരുടെ ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിലൊക്കെ ഫാറ്റ് വർദ്ധിക്കുക, അതിൻ്റെ ഇന്നർ ഭാഗങ്ങളിൽ ലിവർ, അതുപോലെ തന്നെ കിഡ്നി, ഈ ഭാഗങ്ങളിൽ കൊഴുപ്പടിയുക ഒക്കെ നേരത്തെ ഇത്തരം അസുഖങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കൃത്യമായ വ്യായാമമോ മറ്റ് ശ്രദ്ധകളോ ഒന്നും ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവർക്കും ഇത്തരം അസുഖങ്ങൾ വരാം. ഉദരസംബന്ധമായ രോഗങ്ങൾക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അതുകൊണ്ട് വസ്തിപ്രദേശം, ജനനേന്ദ്രിയ ഭാഗങ്ങൾ, ലോവർ അബ്ഡമിൻ, ഇവിടെ എപ്പോഴും ഇവർ ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, ശേഷം 27 ഉച്ചയ്ക്ക് 1:40 കഴിഞ്ഞ് 28, 29 രാത്രി 9:38 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ, അതുപോലെ തന്നെ കാര്യസാധ്യത്തിന് വേണ്ടി പോകുന്ന യാത്രകൾ, ഇതെല്ലാം തന്നെ പ്രയോജനകരമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. അതിന് ഈശ്വരാധീനം കാണുന്നുണ്ട്. എന്നാൽ വയറ് സംബന്ധമായി വളരെ ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. നേരത്തെ തന്നെ ഉദരസംബന്ധമായ എന്തെങ്കിലും അവശതകൾ ഉണ്ടായിരുന്ന വ്യക്തികൾ കൃത്യമായി അതിനൊരു പരിചരണമൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നെടുക്കുന്ന ചില ശാരീരിക ആയാസങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന ക്ഷതങ്ങൾ, മുറിവുകൾ, ഇതൊക്കെ പ്രത്യേകിച്ച് ഉദരഭാഗത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദരഭാഗത്ത്, നട്ടെല്ലിൻ്റെ കീഴ്ഭാഗത്ത്, ഇതെല്ലാം കൂടി വരുന്ന വസ്തിപ്രദേശത്ത് അത് വർദ്ധിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മുഖരോഗങ്ങൾക്കും സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും അലർജി അസുഖങ്ങളാണ്. എന്നാൽ കർമ്മ സംബന്ധമായി കൂടുതൽ പ്രസരിപ്പോടുകൂടി, ഊർജ്ജസ്വലതയോടുകൂടി നിൽക്കുന്ന ആഴ്ചയാണ് ഈ ആഴ്ചയും ഇവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ
ദേശത്തിൻ്റെ അതിർത്തിയൊക്കെ വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ പടരാനോ സാധ്യത കാണുന്നുണ്ട്. അതിന് തക്കവണ്ണമുള്ള ഭാഷാ സ്വാധീനവും ആശയവിനിമയ സ്വാധീനവും ഉള്ള വ്യക്തികൾ അതിലേർപ്പെട്ട് അതിനെ വിജയിപ്പിക്കുമെന്ന് കാണുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയും കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ തക്കവണ്ണമുള്ള മാനസിക ശാരീരികമായ അനുയോജ്യമായ നിലപാടുകളും ഇപ്പോൾ ഇവർക്കുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധനപരമായ വരവ് വർദ്ധിക്കുന്നതായി കാണുന്നു. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് വിഷയങ്ങൾ: ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം, അത് മനസ്സിനെ വിഷമിപ്പിക്കാം. തീയോടും അതുപോലെ തന്നെ വൈദ്യുതിയോടും ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പിതാവിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വരികയോ അത് ചിലപ്പോൾ യാത്രകൾക്ക് തടസ്സമുണ്ടാക്കുകയോ ഒക്കെ ചെയ്യാം എന്നുള്ള അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരും അവരുടെ ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗം വളരെ ശ്രദ്ധിക്കണമെന്നും കാണുന്നു. ഇവർക്ക് ഈ ആഴ്ചയിൽ ധനപരമായ വരവുണ്ട്, പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ വിജയവുമുണ്ട്. ഉദരസംബന്ധമായി പ്രശ്നങ്ങൾ ചിലപ്പോൾ തടസ്സപ്പെടുത്താം, അല്ലെങ്കിൽ പിതാവിനോ പിതൃതുല്യരായ വ്യക്തികൾക്കോ ഉള്ള ശാരീരികമായ അവശതയോ മറ്റോ ഇവരുടെ യാത്രയ്ക്കോ പ്രവർത്തനങ്ങൾക്കോ തടസ്സം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, 27 ഉച്ചയ്ക്ക് 1:40 വരെയും ശേഷം 29-ാം തീയതി രാത്രി 9:38 കഴിഞ്ഞ് പുലർച്ചെ വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ: അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ധനപരമായി ഇപ്പോഴും ഇവർക്ക് ഒരു പൂർണ്ണത എന്നൊന്നും പറഞ്ഞുകൂടെ. ആർക്കും ധനപരമായി പൂർണ്ണത എന്നൊന്നും പറയാൻ സാധിക്കില്ല. പൂർണ്ണത എപ്പോഴും ആപേക്ഷികം ആണല്ലോ. അതുകൊണ്ട് ഇന്നുള്ള പൂർണ്ണതയായിരിക്കില്ല നാളെയുള്ള പെർഫെക്ഷൻ, പൂർണ്ണത എന്ന് പറയുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ആപേക്ഷികമാണ്. ഇന്ന് ഈ അവസ്ഥയിൽ കൊള്ളാം എന്നേ പറയാൻ പറ്റും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കാൻ തക്കവണ്ണമുള്ള ധനം അവരിൽ വന്നു ചേരാം. അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കടം തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ, കടം വീടാനുണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷിയും ഉണ്ടാകും. വലിയ ലെവലിലൊന്നും ഉണ്ടാകില്ല, ജസ്റ്റ് കൊടുത്തു പോകാം. അതിനുശേഷം തങ്ങളുടെ ചെലവുകൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള ധനപരമായ വരവുണ്ടാകും. ഒരു വർധനവോ സംഭരിച്ചു വയ്ക്കാനുള്ള സാധ്യതയോ ഈ ആഴ്ചയും വലുതായി കാണുന്നില്ല. തുടക്ക ദിവസങ്ങളിൽ കൂടുതൽ പണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ ഇവർ കാഴ്ചവെക്കുമെന്ന് കാണുന്നു. അതിൽ വിജയമുണ്ടാകുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ വലിയൊരു ചിലവ് ഇവരെ കാത്തിരിക്കുന്നതായും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീ ബന്ധങ്ങൾക്ക്, അമ്മയ്ക്കോ സഹോദരിക്കോ മകൾക്കോ ഭാര്യയ്ക്കോ ഏറ്റവും അടുത്ത സ്ത്രീ സുഹൃത്തുക്കൾക്കോ മറ്റോ പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ പണം ചിലവഴിക്കേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. എന്നാൽ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സ്വയം പണം സംഭരിച്ചു വയ്ക്കാൻ കുറച്ച് കാലം കൂടി കഴിയണമെന്ന് കാണുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകും എന്ന് തന്നെ കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ഇടയ്ക്കെങ്കിലും ചില തടസ്സങ്ങൾ വരാമെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങളും അതുപോലെ ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതിയിലെ 2 ദിവസങ്ങളും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും തങ്ങളുടെ ചെറിയ നേട്ടങ്ങളിൽ നിന്നുകൊണ്ട് ഇവർക്ക് വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി, വലിയ വിജയങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഭാവിയിൽ അത് വിജയം വരുത്തുമെന്ന് ഉറപ്പിക്കാൻ തക്കവണ്ണമുള്ള വിദഗ്ധരുമായി ചേർന്നൊക്കെ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു. അതിൻ്റെ ആരംഭങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണുന്നു. ധനപരമായ വരവ് എന്തായാലും വരുന്ന ആഴ്ചകളിൽ ഇവർക്ക് കൂടുതലായി ഉണ്ടാകുമെന്ന് തന്നെ കാണാം. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ത്വക്ക് സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾക്കോ ആശങ്കകൾ കൊണ്ടുണ്ടാകാവുന്ന ചില മാനസിക വിഭ്രമാത്മകൾക്കോ സാധ്യതയുണ്ട്. അതിനെ അതിജീവിക്കാൻ തക്കവണ്ണം പ്രാർത്ഥനയും കുറച്ചു നേരമെങ്കിലും സ്വയം അറിഞ്ഞ് ഒന്ന് സമാധാനത്തോടെ ഇരിക്കാനുള്ളൊരു മാനസികാവസ്ഥയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 23, 24, 27 ഉച്ചയ്ക്ക് 1:40 കഴിഞ്ഞ് 28, 29 രാത്രി 9:38 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ജന്മശനിയുടെ തടസ്സങ്ങൾ പല വിധത്തിൽ ഇവരെ ആക്രമിക്കുന്നുണ്ടെങ്കിലും വ്യാഴം ജന്മത്തിലേക്ക് നോക്കുന്നത് കൊണ്ടും 5-ാം ഭാവത്തിൽ, ഭാഗ്യഭാവത്തിൽ പൂർണ്ണ ശക്തിയോടുകൂടി സർവേശ്വരനായ വ്യാഴം നിൽക്കുന്നത് കൊണ്ടും ഭാഗ്യമാണ് ഇവർക്കിപ്പോൾ വഴികാട്ടിയായി നിൽക്കുന്നത്. തീർച്ചയായും ഇവരുടെ തടസ്സങ്ങളും കഷ്ടപ്പാടുകളും നിലനിൽക്കെ തന്നെ ഒരു പ്രത്യാശയുടെ മിന്നലാട്ടം പോലെ
സർവേശ്വരൻ ഇവരെ വഴികാട്ടുന്നു. അതാണല്ലോ ഏറ്റവും വലുതും. ഈശ്വരൻ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനു മറ്റ് 101 പേർ എന്ന് ചോദിക്കുന്നത് പോലെ, കൗരവരോട് പാണ്ഡവർ നിശബ്ദമായി ചോദിക്കുന്നത് പോലെ, ഈശ്വരൻ കൂടെയുണ്ടെങ്കിൽ വേറെ വലിയ ആൾക്കാരൊന്നും വേണ്ട. ഭാഗ്യം അനുകൂലമായി വരുന്നു, അവർക്ക് പണം വരുന്നു, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഉയർച്ചയുണ്ടാവുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ വലിയ കഷ്ടപ്പാടിലൂടെ പോയവർക്ക് ചെറിയ ചില രക്ഷകൾ കടന്നു വരുന്നു. ആ രക്ഷയിലൂടെ കൈപിടിച്ചവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായി കാണുന്നു. കർമ്മരംഗത്ത് കൂടുതൽ വർധനവ് കാണുന്നുണ്ട്, കർമ്മരംഗത്ത് കൂടുതൽ ഉയർച്ച കാണുന്നുണ്ട്, വരവിൽ വർധനവും കാണുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് സർവേശ്വരൻ ഇവരുടെ 11ാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് ഇവരുടെ വരുമാന ഭാഗവും അതുപോലെ കർമ്മഭാവവുമൊക്കെ വളരെ ഈശ്വരാധീനമുള്ള മേഖലകളായി മാറുന്നുവെങ്കിലും ഇവർ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം. ഒന്ന്, ഇവരുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റോ അധികാരത്തിലിരിക്കുന്നവർ അല്ലെങ്കിൽ ഇവരുടെ മേലുദ്യോഗസ്ഥർ, അതുമല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവരാണ് മീനക്കൂറിൽപ്പെട്ടവരെങ്കിൽ അവരുടെ മേലുദ്യോഗസ്ഥർ, അതല്ല മറ്റേതെങ്കിലും സ്വകാര്യ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെ മേലധികാരികൾ, അതല്ല എന്തെങ്കിലുമൊക്കെ കോൺട്രാക്റ്റ് വർക്കുകളോ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളോ ആരും പ്രത്യേകിച്ച് മേലധികാരികളായിട്ടില്ലാത്ത വ്യക്തികളാണെങ്കിൽ സർക്കാർ തലത്തിലുള്ളവരുമായി ബന്ധപ്പെട്ടോ ഇവർക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒടുവിൽ അതൊക്കെ പരിഹരിക്കപ്പെടുമെങ്കിലും താൽക്കാലികമായ ചില തടസ്സങ്ങൾ അവർക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടാവണം ഇവരുടെ കർമ്മ മേഖലയിൽ അല്പം കാർക്കശ്യം ഇപ്പോൾ കാണുന്നുണ്ട്. കടുത്ത മത്സരത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ പരുഷമായ ചില അവസ്ഥകളുടെ രൂപത്തിലോ കർമ്മരംഗം കുറച്ചൊന്ന് പിരിമുറുക്കമുള്ളതായി മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വരുമാനം ലഭിക്കുന്ന കാര്യത്തിലും ഭാഗ്യത്തിൻ്റെ കാര്യത്തിലും ഇവർക്കൊട്ടും ദോഷം കാണുന്നുമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം വയറിൻ്റെ, അതായത് ഉദരത്തിൻ്റെ ഭാഗം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അൾസർ പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കുടുംബത്തിൽ ജീവിത പങ്കാളിക്കും ചെറിയ ശാരീരിക അവശതയോ, മീനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിക്ക് ഗർഭാശയ സംബന്ധമായ അസുഖമോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 23, 24, 25, 26, 27 ഉച്ചയ്ക്ക് 1:40 വരെയും ശേഷം 29 രാത്രി 9:38 കഴിഞ്ഞും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരങ്ങൾക്കായി. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിനെയോ ധർമ്മശാസ്താവിനെയോ അയ്യപ്പസ്വാമിയെയോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനെയോ ദർശനം നടത്തുക. കറുത്ത പട്ടുവസ്ത്രമോ അല്ലെങ്കിൽ കടുംനീല പട്ടുവസ്ത്രമോ സമർപ്പിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അഗതികളെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കുക. നീരാഞ്ജനം കഴിപ്പിക്കുക, അത് മറക്കാതെ പോകുക. പ്രത്യേകിച്ച് ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ അതല്ലെങ്കിൽ ശനീശ്വരനോ നീരാഞ്ജനം കഴിപ്പിക്കുക. അതുപോലെ വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തുക. മഞ്ഞ പട്ടു സമർപ്പിക്കുക. നെയ്വിളക്ക് കത്തിക്കുക. പാൽപ്പായസ നൈവേദ്യം ചെയ്യുക. ഓം ഗം ഗണപതയെ നമ എന്ന് കേതുദോഷ പരിഹാരത്തിന് ഗണപതിയെ സ്തുതിക്കുക. അതുപോലെ തന്നെ ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക. നാളികേരം ഉടയ്ക്കുക. ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യുക. ഓം നാഗായ നമ എന്ന് ജപിക്കാം. നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കാം നാഗദോഷ പരിഹാരത്തിനായി. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.